കൂടെ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. ഞാനത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മൊത്തം 651 വേക്കൻസി ഉണ്ട്. ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് 10th. ഏജ് ലിമിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിൽ ഒരു എക്സാമിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇതിൽ 10th ലെവൽ മാത്സ്, GK, സയൻസ്, പിന്നെ സോഷ്യൽ സയൻസ്, ഇത്രയാണ് ഇതിൻ്റെ എക്സാമിനുള്ളത്. ഈ എക്സാം ക്ലിയർ ചെയ്ത് 1 ഇയർ ട്രെയിനിങ് കൂടെ കഴിയുമ്പോഴായിരിക്കും ഫൈനൽ പോസ്റ്റിംഗ് വരുന്നത്. ഓക്കെ, പിന്നെ എക്സാമിൻ്റെ സിലബസ് എന്താണ്, ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിലുണ്ട്. നോട്ടിഫിക്കേഷൻ്റെയും ഇതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ ഇട്ടേക്കാം. ഓക്കെ, അടുത്തത് IBPS സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. പ്രീ എക്സാം ഡിസംബർ 26 മെയിൻ ജനുവരി 30 ആയിരിക്കും. ലിങ്ക് താഴെ ഇട്ടേക്കാം. അടുത്തത് നമ്മുടെ എയർഫോഴ്സിലേക്കുള്ള കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് ഡിസംബർ 30 നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ താഴെ ഉണ്ടാവും. അപ്പോൾ എയർഫോഴ്സിലേക്ക് എൻട്രി 2 രീതിയിലാണ്. ഒന്ന് NCC സ്പെഷ്യൽ എൻട്രി, പിന്നെ ഒന്ന് AFCAT വഴിയുള്ള എൻട്രി. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ഈ AFCAT ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് വരും. അപ്പോൾ നമ്മൾ നേരത്തെ അക്കൗണ്ട് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പോയിട്ട് സൈനപ്പ് എന്നോ അല്ലെങ്കിൽ രജിസ്റ്റർ ന്യൂ അക്കൗണ്ട് എന്നോ എല്ലാം കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഡീറ്റെയിൽസ്, നമ്മുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. നമ്മുടെ ഇമെയിലിലേക്ക് ഒരു പാസ്വേഡ് വരും. നമ്മൾ ആ പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ പുതിയ പാസ്വേഡ് ഉണ്ടാക്കണം. ഈ പാസ്വേഡ് നമ്മൾ മറന്നു വരും, നമ്മൾ എവിടെയെങ്കിലും കുറിച്ച് വെച്ചേക്കണം. പിന്നെ ഇത് വെച്ച് ഒന്നുകൂടെ ലോഗിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റെപ്പായിട്ട് കൊടുക്കുക. ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഫീസ് അടയ്ക്കുക. ഓക്കെ, അടുത്തത് നമ്മുടെ IIM കോഴിക്കോടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഒന്ന് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഡ്രൈവേഴ്സ്, പിന്നെ പ്രോജക്റ്റ് മാനേജർ, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസോസിയേറ്റ്, സ്റ്റുഡൻറ്റ് അഫയേഴ്സിൻ്റെ ഹെഡ്. ഇത്രയാണ് ഞാൻ മെയിനായിട്ട് കണ്ടത്. അപ്പോൾ ഈ പേജിലേക്കുള്ള ലിങ്ക് താഴെയുണ്ട്. നിങ്ങൾ പോയിട്ട് ഇത് ഓരോന്നും എടുത്ത് നോക്കുക. ഓക്കെ, അടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന് ഡിസംബർ 30 വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ പോയി അപ്ലൈ ചെയ്യാം. ഓക്കെ, ലിങ്ക് താഴെ ഉണ്ടാവും. കൂടെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ